കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSS പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെ വിലക്കില്ലെന്ന് സർക്കാർ. ഉദ്യോഗസ്ഥർ RSS പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് 1966 കോൺഗ്രസ് സർക്കാർ ഇറക്കിയ ഉത്തരവ് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം റദ്ദാക്കി. തീരുമാനത്തെ RSS സ്വാഗതം ചെയ്തു. ജീവനക്കാർക്കുള്ള വിലക്കിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാത്രമായിരുന്നുവെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാട്ടി. 1966 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായതിൽ പിന്നെ കേന്ദ്ര സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് കാട്ടി ഉത്തരവിറക്കിയിരുന്നു. പിന്നീട് ഈ ഉത്തരവ് 1970-ലും 80-ലും പരിഷ്കരിച്ചു. അപ്പോഴും ജീവനക്കാർക്കുള്ള വിലക്ക് തുടർന്നു. രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തി കോൺഗ്രസ് സർക്കാർ ഇറക്കിയ ഉത്തരവ് 58 വർഷങ്ങൾക്കിപ്പുറം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കി. RSS പരിപാടികളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് സ്വതന്ത്രമായി തന്നെ പങ്കെടുക്കാമെന്ന് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ RSS സ്വാഗതം ചെയ്തു. രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്നതാണ് പുതിയ തീരുമാനമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കി. കഴിഞ്ഞ 99 വർഷം തുടർച്ചയായി രാഷ്ട്ര പുനർനിർമ്മാണത്തിലും സാമൂഹ്യ സേവനത്തിലും ഏർപ്പെട്ട പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ദേശസുരക്ഷയും ഐക്യവും അഖണ്ഡതയും മുൻനിർത്തി പ്രവർത്തിച്ചിട്ടും രാഷ്ട്രീയ താൽപര്യങ്ങൾ മാത്രമായിരുന്നു സർക്കാർ ജീവനക്കാരെ വിലക്കിയതിന് പിന്നിലുള്ള വികാരമെന്നും സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാട്ടി. राष्ट्रीय स्वयंसेवक संघ गत 99 वर्षों से सतत राष्ट्र के पुनर्निर्माण के विभिन्न कार्यों में लगा हुआ है और समाज सेवा के विभिन्न कार्यों में वो सतत संलग्न है. राष्ट्र की सुरक्षा, एकता, अखंडता एवं प्राकृतिक आपदा के जितने भी समय आता है उस समय समाज को साथ में लेकर संघ के कार्यकर्ता लगातार अपना योगदान देते हैं. ऐसे कार्यों को समाज के विभिन्न प्रकार के नेतृत्व ने समय समय पर संघ के इस कार्य की प्रशंसा भी की है. അതേസമയം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ ഏത് സാഹചര്യത്തിലാണ് 1966 RSSൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ വിലക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമുണ്ടായത്? ഏത് രീതിയിലാണ് ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഐസൻ, കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും പലപ്പോഴും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ വലിയ തോതിൽ ഇല്ലാതാക്കാനും അതല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുവാനുള്ള ശ്രമം കാലാകാലങ്ങളായി നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സംഘത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ധാരാളം ചെറുപ്പക്കാർ RSS ശാഖകളിലേക്ക് എത്തുകയും സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിലും അതിനുശേഷമുള്ള രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിലും RSS വഹിക്കുന്ന പങ്ക് നിരവധി ചെറുപ്പക്കാരിലേക്ക് ഈ സംഘടനയിലേക്ക് അവരെ എത്തുവാൻ കാരണമാവുകയും ഒക്കെ ചെയ്യുകയും സംഘത്തിൻ്റെ ശാഖകൾ വളരുകയും ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസ് വലിയ തോതിൽ സംഘത്തിൻ്റെ വളർച്ചയിൽ അവർക്ക് വലിയ വേവലാതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനുണ്ടായിരുന്നു. കാരണം ഗാന്ധിവധം RSSന്റെ തലയിൽ കെട്ടിവെച്ച ചരിത്രം നമുക്കറിയാം. നെഹ്റു ആദ്യം RSSനെ നിരോധിക്കുന്നു. അതേ ജവഹർലാൽ നെഹ്റുവിന് തന്നെ പിന്നീട് ഗാന്ധിവധത്തിൽ RSSന്റെ പങ്കില്ല എന്ന് വ്യക്തമാകുമ്പോൾ അതേ നെഹ്റു തന്നെ പിന്നീട് 1949 അതിൻ്റെ നിരോധനം പിൻവലിക്കുന്നതും നമ്മൾ കാണുന്നതാണ്. പിന്നീട് 75 ഇന്ദിരാഗാന്ധി RSSനെ നിരോധിക്കുന്നുണ്ട്. 77 അതേ ഇന്ദിരാഗാന്ധി തന്നെ RSSന്റെ നിരോധനം അകറ്റുന്നു. 92 നരസിംഹറാവു എന്ന കോൺഗ്രസ് നേതാവ് RSSന്റെ നിരോധനം നടപ്പാക്കുന്നു. പിന്നീട് അതേ നരസിംഹറാവു തന്നെ അത് പിൻവലിക്കുന്നു. അപ്പോൾ കാലാകാലങ്ങളായി RSSന്റെ സംഘടനാ സംവിധാനത്തെ ദുർബലമാക്കുവാനുള്ള ശ്രമം കോൺഗ്രസിന് അധികാരമുള്ള കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 1966 ഇന്ദിരാഗാന്ധി ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ RSSൽ പ്രവർത്തിക്കരുത് എന്ന് സംബന്ധിച്ചൊരു നിയമം പാസ്സാക്കുന്നൊരു സാഹചര്യമുണ്ടായി. കാരണം 1963 ഒരു സംഭവമാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം RSSനെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റു എല്ലാ കാലഘട്ടങ്ങളിലും RSSനെ എതിർക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇതേ നെഹ്റു തന്നെ ഏറ്റവും ഒടുവിൽ, നെഹ്റു മരിക്കുന്നത് 1964
പക്ഷേ 1963 ആകുമ്പോൾ നെഹ്റു RSSനെ മനസ്സിലാക്കുകയും 1963 ജനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSനെ നെഹ്റു തന്നെ ക്ഷണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ സൈന്യത്തിനൊപ്പം സാംസ്കാരിക സംഘടനയായ RSSന്റെ 4000-ഓളം സ്വയം സേവകർ രാജ്പഥിന്റെ ആ ഒരു വിശാല പാതയിലൂടെ മാർച്ച് ചെയ്ത ഒരു സംഭവം ഭാരതത്തിന്റെ ചരിത്രത്തിൽ വലിയ വഴിത്തിരിവുകൾക്ക് തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നു. കാരണം നമുക്കറിയാം ഇന്ത്യൻ സൈന്യവും അനുബന്ധ സംവിധാനങ്ങളുമാണ് സാധാരണ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുന്നത്. പക്ഷേ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഭാരതത്തിന്റെ സൈന്യത്തെ RSS സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി പിന്നീട് 63 RSSനെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ഉൾപ്പെടെ ക്ഷണിക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പിന്നീട് അവർക്കത് വലിയ ഭീഷണിയായി മാറി. കാരണം RSSലേക്ക് ധാരാളം ചെറുപ്പക്കാർ വീണ്ടും എത്തുന്നതിന് കാരണമാകുകയും ഗുരുജി ഗോൾവാൾക്കർ സംഘത്തിന്റെ സർസംഘചാലകായിരുന്ന കാലഘട്ടങ്ങളിൽ സംഘത്തിന്റെ ശാഖകൾ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിശാലമായി വളരുകയും ചെയ്തു. ഇത് മുന്നിൽ കണ്ട് ഇതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1966 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇത്തരം ഒരു സർക്കുലർ പുറത്തിറക്കിയത്. അതായത് RSSൽ ഒരു കാരണവശാലും സർക്കാർ ജീവനക്കാർ പ്രവർത്തിക്കാൻ പാടില്ല എന്നതായിരുന്നു. പിന്നീട് 1970 ഇതേ ഇന്ദിരാഗാന്ധി തന്നെ ഈ സർക്കുലർ വീണ്ടും അത് നിയമമാക്കി മുന്നോട്ട് കൊണ്ടുപോയി. 1980 കോൺഗ്രസ് ഭരണകൂടത്തിന്റെ കാലത്ത് ഇത് ഒരു ഉത്തരവായി തന്നെ നിലനിന്നു. പക്ഷേ നമുക്കറിയാം ഈ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ഇതൊന്നും വകവയ്ക്കാതെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ RSSന്റെ ഭാഗമാണ്. കാരണം ഭാരതത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് RSS. കാരണം അതിനാൽ സ്വാഭാവികമായും സർക്കാർ ജീവനക്കാരെന്നല്ല ഭാരതത്തിന്റെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാം RSSന്റെ നേതാക്കന്മാരും പ്രധാനമന്ത്രി RSSന്റെ പ്രചാരക കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സാംസ്കാരിക സംഘടനയിലേക്ക് ധാരാളം ആളുകൾ സർക്കാർ ജീവനക്കാർ തന്നെ വന്നിരുന്നുവെങ്കിലും ഇതൊരു നിയമമായി നിലനിൽക്കുന്നുണ്ട്. ഈ നിയമത്തെ ആരും വകവെക്കുന്നില്ല. അത് ശ്രദ്ധിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത് ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ 1966 മുതൽ ഇതൊരു നിയമമായി നിലനിൽക്കുന്നു. ആ നിയമത്തെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ നീക്കത്തെ RSS ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ ദേശീയ സംഘടനകൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്തായാലും ചരിത്രപരമായ ഒരു തീരുമാനമാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഐസൻ, തീർച്ചയായും ഗൗതം, ഇത്തരത്തിലൊരു തീരുമാനം ഏത് രീതിയിലാണ് നടപ്പാക്കാൻ പോകുന്നത്? അതായത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് RSSന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇപ്പോൾ സുനിൽ അംബേദ്കർ തന്നെ അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം താങ്കളുടെ തന്നെ വാർത്തയിൽ പറയുകയുമുണ്ടായി. ഇത്തരത്തിൽ കാര്യക്ഷമമായൊരു പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തെ എന്തടിസ്ഥാനത്തിലാണ് നിരോധിച്ചതെന്ന് ചില അവ്യക്തതകളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടി ഏത് രീതിയിലാണ് ആ നിരോധനത്തെ, സാങ്കേതികമായ നിരോധനത്തെ കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റിയത്? അതിൻ്റെ ഭരണപരമായ നീക്കങ്ങൾ എന്തായിരുന്നു? ഐസൻ, അതായത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു 1966 മുതൽ ഇത്തരമൊരു നിയമം നടപ്പാക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മേൽ ഒരു ഭീഷണി, അതായത് RSSൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന ഒരു ഭീഷണിയാണ് ഇന്ദിരാ ഭരണകൂടവും അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം പിന്നീട് വന്നിട്ടുള്ള രാജീവ് ഗാന്ധി ആണെങ്കിലും പിന്നീട് നരസിംഹറാവു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ആ രീതിയിലുള്ളൊരു ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാരെ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു നീക്കമാണിത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഇത്തരമൊരു നിയമം നടപ്പാക്കി എന്നതുകൊണ്ട് സംഘത്തിന്റെ പ്രവർത്തനത്തെ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ എന്നല്ല ഒരു മേഖലയിലും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം അടുത്ത വർഷം എന്ന് പറയുന്നത് 1925 നാഗ്പൂരിൽ സ്ഥാപിതമായ RSS അടുത്ത 2025 വിജയദശമി ആകുമ്പോൾ അതിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഭാരതത്തിലെ ലോകത്തിലെ തന്നെ ഇന്ന് ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർന്നിരിക്കുന്ന ഈ പ്രസ്ഥാനം അതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുന്നു. അതും വിജയകരമായി ഒരു തരത്തിലുമുള്ള പിളർപ്പുകളില്ലാതെ. നമുക്കറിയാം RSS തുടങ്ങുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര കഷ്ണങ്ങളായി ചിതറിപ്പോയി എന്നതൊക്കെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ പോലും നമുക്കറിയാം ആ പാർട്ടിയും പല കഷ്ണങ്ങളായി പിളർന്നു. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘമോ അല്ലെങ്കിൽ സംഘം പിന്നീട് വിഭാവനം ചെയ്ത BJP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളായിക്കോട്ടെ അതിൽ പിളർപ്പുകളില്ലാതെ രാഷ്ട്ര പുനർനിർമ്മാണം എന്ന ലക്ഷ്യം, പ്രത്യേകിച്ച് സംഘത്തിന്റെ ശാഖയിലെത്തുന്ന വ്യക്തികളെ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന മഹത്തായ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഈ സംഘടന മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ സർക്കുലർ എന്തെങ്കിലും ഒരു ചലനം മുൻപ് ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം സർക്കാർ ജീവനക്കാരൊക്കെ ധാരാളം സംഘത്തിന്റെ സ്വയംസേവകരാണ്. അവർ ശാഖയിൽ പദവികൾ വഹിക്കുന്നവർ വരെയുണ്ട്. ധാരാളം പ്രധാനപ്പെട്ട ചുമതലകൾ RSSൽ വഹിക്കുന്നുണ്ട്. അതിനാൽ അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു നിയമമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ
അത് ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് മേൽ അനാവശ്യമായ ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രതിരോധമായിരുന്നു അത്. അതിനെ സ്വാഭാവികമായും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുന്നുവെന്ന ചരിത്രപരമായ തീരുമാനമാണ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം അതിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. സുനിൽ അംബേദ്കറുടെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖായിട്ടുള്ള സുനിൽ അംബേദ്കർ അദ്ദേഹം ഈ ഒരു മോദി സർക്കാരിന്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തുന്നു. മാത്രമല്ല ഭാരതത്തിന്റെ മഹത്തായ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ തീരുമാനം കൂടുതൽ ഉപകാരമാകും എന്നാണ് RSSന്റെ ഔദ്യോഗികമായ പ്രതികരണം വന്നിരിക്കുന്നത്. നന്ദി ഗൗതം.